അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഖിദ്മത്തെടുത്തപ്പോൾ അനുഭവിച്ച ക്ലേശമാണ്. പക്ഷെ അത് സഹിച്ചിട്ട് പിന്നെയും ദീനിന് വേണ്ടി ഖിദ്മത്തെടുത്തു. അതിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. രോഗം വരുമ്പോഴും നമ്മൾ സഹിച്ച് ഖിദ്മത്തെടുക്കണം, സഹിക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. രോഗം വരുമ്പോൾ നമ്മൾ അതോടുകൂടി അമർന്നിരിക്കരുത്, സഹിച്ചിട്ട്. അല്ലേ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ദർസ് നടത്തുമ്പോൾ മഹാനവറുകൾക്ക് വലിയ അസുഖം വന്നു. ബാസൂറിന്റെ അസുഖം. ചെറിയ അസുഖമാണോ? ബാസൂർ എന്ന് പറഞ്ഞ് തിരിഞ്ഞില്ലല്ലേ? ഞാൻ പരസ്യമായിട്ട് പറയാം, മൂലക്കുരു. ഇപ്പൊ തിരിഞ്ഞില്ലേ? അപ്പൊ തിരിഞ്ഞു. അത് ചെറിയ അസുഖമൊന്നുമല്ല. സുബ്ഹാനല്ലാഹ്, ബാസൂറിന്റെ അസുഖം ചെറിയ അസുഖമൊന്നുമല്ല. അന്ന് ആലോചിച്ച് നോക്കി. നേർക്കേറെ കടക്കാൻ കഴിയോ? ഇരിക്കാൻ കഴിയോ? നേർക്ക് നേരെ ഒരു അന്തസ്സോടെ നടക്കാൻ കഴിയോ? അവിടെയും ഇവിടെയും വരതിയിട്ടും വേദനിച്ചിട്ടും എന്തൊരു പ്രയാസം ഉണ്ടാകും. അപ്പോഴും ദർസ് നിർത്താത്ത മഹാനാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ശിഷ്യന്മാർ ചോദിക്കും, ഉസ്താദെ ഇതൊക്കെ മാറിയിട്ട്? അപ്പോൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, നിങ്ങൾക്ക് ദർസ് എടുക്കുമ്പോൾ എനിക്കൊരു സന്തോഷവും റാഹത്തും വേറെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വേദന അറിയാതെ പോവുകയാണ്. എങ്ങനെ ദർസ് എടുത്തുന്നത്? അടിയിലൊരു ചെമ്പ് വെച്ചിട്ട് ആ ചെമ്പ് രക്തം നിറയുമ്പോൾ പിന്നെ കൊണ്ടുപോയി ഒഴിക്കണം. ആലോചിക്കണം നമ്മൾ ആ ക്ലേശത. ദീന് ഖിദ്മത്തെടുക്കുമ്പോൾ അവർ സൈക്കിൾ തരണം ചെയ്യാ. നമ്മളൊരു പനി പിടിച്ചു, ജമാഅത്തില്ല. ജമാഅത്ത് പോട്ടെ, ജുമയില്ല. പനി ചെറുങ്ങനെ വന്ന. എന്നാ വന്നത്? കഴിഞ്ഞ വ്യാഴാഴ്ച വന്നതാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച കഴിഞ്ഞിട്ടൊരു വെള്ളിയാഴ്ച കഴിഞ്ഞു. ഇപ്പോൾ ഇത് പുതിയ വെള്ളിയാഴ്ച വരികയാണ്. പക്ഷെ അങ്ങനെ വന്നോണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഒഴിവ് കഴിവൊക്കെ പറയാൻ പറ്റിയൊരു മാർഗം ഉണ്ടാകണ്ടേ? നമ്മളതാ കാത്തിരിക്കുന്നത്. നമ്മളിങ്ങനെ കാരണങ്ങളും വിട്ടുവീഴ്ചകളും കാത്തിരിക്കുകയാണ്. അപ്പം അതൊക്കെ അങ്ങനെ ഒരു ഒഴിവ് കിട്ടാൻ വേണ്ടിയിട്ട്. അവരത് സഹിച്ച് തരണം ചെയ്തിട്ട് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഖിദ്മത്തെടുക്കായിരുന്നു. അപ്പം അള്ളാഹു തആല അവർക്ക് എളുപ്പമാർഗ്ഗങ്ങൾ വീണ്ടും വീണ്ടും തുറന്നു കൊടുത്തു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പിന്നെയും രക്തം നിറയുമ്പോൾ അത് ഒഴിവാക്കും. അത് കഴുകി വീണ്ടും കൊണ്ടുവന്ന് നോക്കും. പിന്നെയും അതിൻ്റെ മുകളിൽ നിന്നിട്ട് വീണ്ടും ദർസ് നടത്തും. സുബ്ഹാനല്ലാഹ്, നടക്കുമ്പോഴൊക്കെ ശിഷ്യന്മാർ കൈപിടിച്ചിട്ടും ദർസ് നടത്തുന്നതും അവിടെ ജനങ്ങൾക്ക് ദീനിന് ഖിദ്മത്തിന് നേതൃത്വം കൊടുക്കുന്നതും ഒന്നും നിർത്തിയിട്ടില്ല. നിങ്ങൾക്ക് തോന്നിയോ? പലർക്കും തോന്നിയോ ശൈഖുന ഉസ്താദ് അവർകൾ കുറച്ചു നേരം റെസ്റ്റ് എടുത്തോട്ടെ എന്ന്? അള്ളാഹുവിൻ്റെ ദീനിന് ഖിദ്മത്തെടുക്കുന്നതിനേക്കാൾ അപ്പുറം ഉസ്താദിന് വേറെ സന്തോഷം വേറില്ല. നിങ്ങളൊക്കെ കേട്ടില്ലേ ഉസ്താദിൻ്റെ ഏറ്റവും വലിയ സന്തോഷം? ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വിശ്രമിക്കാൻ വേണ്ടി വന്നപ്പോഴേക്കെന്നെ ഉസ്താദിൻ്റെ മനസ്സിലാഗ്രഹം, എനിക്ക് സ്വഹീഹുൽ ബുഖാരി ഒന്ന് ഓതിക്കൊടുക്കണം മർക്കസിലെത്തിയിട്ട് കുട്ടികൾക്ക്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അവർക്കതിലാണ് ഏറ്റവും വലിയ ഊറ്റം, ഏറ്റവും വലിയ സന്തോഷത്തിലാ. ചിന്തിച്ചു പോയോ? നമ്മൾ കുറച്ചെങ്കിലും റെസ്റ്റ് എടുത്ത് വീട്ടിലവിടെ വിശ്രമിച്ച് നേരത്തെ നേരം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഫ്രഷായി കുളിച്ചു മാറ്റി ജമാഅത്തും ദിക്റൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞാൽ മതി. പക്ഷെ അവർക്ക് താല്പര്യം അതല്ല. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഖിദ്മത്തിൽ ഇപ്പോഴും നേതൃത്വം കൊടുക്കൽ, ലാസ്റ്റ് പോയിന്റ് വരെ, അവസാനത്തെ ശ്വാസം വരെ അവരാഗ്രഹിക്കുന്ന ദീനിൻ്റെ ഖിദ്മത്താണ്. അതാണ് ആഗ്രഹിക്കുന്നത്, അതാണ് താല്പര്യവും, അതാണ് ഏറ്റവും വലിയ സന്തോഷവും. അതിനെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയോ, പറയാൻ കഴിയോ, ചെയ്യാൻ കഴിയോ, സഹകരിക്കാൻ കഴിയോ, നേതൃത്വം കൊടുക്കായോ അത്രയും നമ്മൾ സഹകരിക്കണം. ഈ പ്രായാധിക്യത്തിലും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഇവിടെ വരേണ്ട ആളല്ലേ ബഹുമാനപ്പെട്ട മഞ്ഞപ്പറ്റ ഉസ്താദ്. ഇപ്പോഴും അവശതകൾക്കിടയിലും ദർസ് മഹാനവറുകൾ നടത്തുന്നുണ്ട്. അത് അവർക്കൊരു സന്തോഷമാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ദർസ് നിർത്താൻ കഴിയൂല. ഇൽമിന്റെ ഒരു ഖിദ്മത്ത്, ദീനിന്റെ ഒരു ഖിദ്മത്ത് അത്രയും സന്തോഷത്തോടെ കാണുന്നവരാണ്. ഞാൻ പറഞ്ഞു വന്നത്, ദീനിന്റെ ഖിദ്മത്തിന്റെ രംഗത്ത് സജീവമായി മുന്നേറിയപ്പോ പരീക്ഷണങ്ങൾ സഹിച്ചു. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഓർക്കുന്നു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. എപ്പോഴാ ഓർക്കുന്നത്? നോമ്പ് തുറക്കാൻ തീന്മേശയിൽ ഭക്ഷണങ്ങളൊക്കെ തരം തരായിട്ട് ഇങ്ങനെ കണ്ടപ്പോ കാരക്ക എടുത്ത് നോമ്പ് തുറന്നു, ഒരു മുറുക്ക് വെള്ളം കുടിച്ചു. മഹാനവറുകൾ ഈ തീന്മേശയിലേക്ക് നോക്കിയിട്ട് അങ്ങനെ കരയാണ്. കണ്ടു നിൽക്കുന്ന ആള് ചോദിച്ചു, എന്തിനാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളെ എന്തിനാ കരയുന്നത്? മഹാനവറുകൾ പറഞ്ഞു, ഞാൻ ദീനിന് ഖിദ്മത്തെടുത്തു, എത്ര ബറക്കത്താണ് അള്ളാഹു എനിക്ക് ഏറ്റിത്തന്നത്. പക്ഷെ എൻ്റെ നേതാവ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു വിശാലമായ ബർക്കത്തുകളൊന്നും ആസ്വദിക്കാനുള്ള അവസരം കിട്ടാതെ വിട പറഞ്ഞുപോയി. മരിക്കുന്ന നേരത്തും ഒരു പൂർണ്ണ കഫംപുട ലഭിക്കാതെയല്ലേ മഹാനവറുകൾ മൂത്തായി പോയത്. കാലും തലയും മറയുന്ന ഒരു കഫംപുട കിട്ടാതെ കാലിന്റെ ഭാഗത്ത് പുല്ല് വെച്ച് നിറച്ചിട്ടല്ലേ ഖബറിൽ വെച്ച് മഹാനവറുകളെ മൂടിയത്. ഖുത്തില മുസ്അബ് ബിൻ ഉമൈർ
വഹുവ ഖൈറും മിന്നീ, എന്നെക്കാളും വലിയ ഉത്തമനായ നേതാവ് ഉഹുദിൽ ഷഹീദായപ്പോഴും ദുനിയാവിന്റെ സൗകര്യങ്ങൾ കുറച്ചല്ലേ ഉപയോഗിക്കാനും സ്വീകരിക്കാനും കഴിഞ്ഞതുള്ളൂ. മഹാനവർകൾ ആലോചിക്കുകയാണ്, ആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സമ്പത്ത് ഏറെ അല്ലാഹു നൽകിയപ്പോ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ വാഹനങ്ങളിൽ ചരക്ക് വരുന്നത്, ലാഭം കിട്ടിയാൽ ആ ലാഭത്തിന്റെ നല്ലൊരു ശതമാനം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തിന് ശേഷം ഏറ്റവും അധികം അവിടുന്ന് പരിഗണിച്ചത് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടുപടിക്കൽ കൊണ്ടുപോയി വെക്കും. 700 ദിർഹമുണ്ടാകും, ചിലപ്പോഴൊക്കെ 800 ഉണ്ടാകും. ലാഭത്തിനനുസരിച്ച് വിഹിതം കൊണ്ടുപോയി വെച്ചിട്ട് പറയും, ഇത് കഴിഞ്ഞ ആഴ്ച കച്ചവടം ചെയ്തിട്ട് കിട്ടിയതാണ്, ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്, എടുത്തോളൂ ഉമ്മ. എന്താണ് അവരെ പതിവെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ള കാലത്ത് ഹദിയ കൊണ്ടുപോയി കൊടുത്തിരുന്നൊരു വീടാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്. തങ്ങളെ വഫാത്തിന് ശേഷവും ആ പതിവ് നിർത്താൻ പറ്റൂല, ഇപ്പോഴും കൊടുക്കേണ്ടതുണ്ട്. അതേ, അന്ന് കൊടുത്തെങ്കിൽ ഇന്നും കൊടുക്കണം, അവസാന സമയം വരെ കൊടുക്കണം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പോലെ മറ്റു മഹാന്മാരും ആ മാർഗം സ്വീകരിച്ചു പോയി. റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദീനീ രംഗത്ത് പ്രവർത്തിക്കുമ്പോ കഷ്ടപ്പാടുകളും വിഷമങ്ങളും അനുഭവിച്ചിട്ടും ദീനിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മുന്നേറ്റം അല്ലാഹുവിന്റെ ഒരു വഅദാണ്. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദി ഇർതളാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. ഈമാനോടെ പ്രവർത്തിക്കുന്ന സൽക്കർമ്മങ്ങളിലായി മുഴുകുന്ന ആളുകൾക്ക് അല്ലാഹു നൽകുന്ന വാഗ്ദാനമാണ്. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി, ഭൂമിയിൽ അവർക്ക് അല്ലാഹു പ്രാതിനിധ്യം നൽകും. എത്ര പ്രയാസങ്ങൾ വിഷമങ്ങൾ ദീനീ രംഗത്ത് സഹിച്ചാലും അല്ലാഹു ഭൂമിയിൽ അവർക്ക് പ്രാതിനിധ്യം നൽകും. വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദി ഇർതളാ ലഹും, അല്ലാഹു അവർക്ക് വേണ്ടി തൃപ്തിപ്പെട്ട ദീനേതാണോ ആ ദീനീ രംഗത്ത് പ്രവർത്തിക്കാനുള്ള സൗകര്യം അല്ലാഹു കൊടുക്കും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, നേരത്തെ ഭയമായിരുന്നു, പേടിയായിരുന്നു, ആ പേടിക്ക് ശേഷം നല്ല സുരക്ഷിതത്വം അല്ലാഹു പകരം നൽകിയിട്ട് നല്ല ഹിമ്മത്ത് അല്ലാഹു ഉയർത്തി കൊടുക്കും. ഇത് അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തിന് ശേഷം കിസ്റയും കൈസറും ഖാദിസിയയും ഒക്കെ വിശുദ്ധ ഇസ്ലാമിന്റെ കീഴിൽ വന്നത് സ്വഹാബിമാര് കഠിനാധ്വാനം ചെയ്ത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചപ്പോഴാണ് വലിയ സഹായം അല്ലാഹു അവർക്ക് നൽകി. അവര് വിശ്രമിക്കാനിരുന്നില്ല, അവര് സന്തോഷത്തോടെ മുന്നേറിയപ്പോ വലിയ വിജയങ്ങളല്ലേ അല്ലാഹു തആല സമ്മാനിച്ചത്. ഏറ്റവും കൂടുതൽ പ്രശ്നമായി കണ്ടിരുന്ന ഒന്നല്ലേ മുസൈലിമത്തുൽ കദ്ദാബിന്റെ രംഗപ്രവേശം. മുസൈലിമയെ വാഴ്ത്തുന്ന ബനു ഹനീഫ ഗോത്രക്കാര് ആ മുസൈലിമക്ക് അവര് പേര് വിളിച്ചിരുന്നത് വരെ റഹ്മാനുൽ യമാമ എന്നാണ്. യമാമയിലെ റഹ്മാൻ കള്ളപ്രവാചകനായ മുസൈലിമക്ക് അവര് വെച്ചിരുന്ന പേരാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു അവർക്ക് വാക്ക് മാറിപ്പോയതാണ്. റഹ്മാനുൽ യമാമ എന്നല്ല പറയേണ്ടത്, ശൈത്താനുൽ യമാമ എന്നാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു അങ്ങനെയാണ് പറയേണ്ടത്. അല്ലാഹു തആലാക്ക് സ്വന്തമായിട്ടുള്ള റഹ്മാൻ എന്നൊരു ഇസ്മു പോലും ഈ മുസൈലിമത്തുൽ കദ്ദാബിനെ അവര് വെച്ച് കെട്ടി. മുസൈലിമയെ ഒരു ആരാധ്യനായി അവര് കണ്ടുപോയി. അത് വലിയൊരു പ്രശ്നം
പ്രശ്നമായിട്ട് പിന്നീട് ഉടലെടുത്തപ്പോ സ്വഹാബിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മുസൈലിമയോട് എതിർത്ത് നിന്നിട്ട് പോരാടിയപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ വിജയം നൽകി, സ്വഹാബിമാരെ സഹായിച്ചു. മുസൈലിമത്തുൽ കദ്ദാബിന്റെ വാദങ്ങൾ മാത്രമല്ല, അവന്റെ ശക്തിയും അവന്റെ സ്വാധീനവും എല്ലാം തകർന്നു തരിപ്പണമായി പോയി. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനീ രംഗത്ത് നല്ല ശക്തമായി സജീവമായി നമ്മൾ പ്രവർത്തിക്കണം. ഓരോ നാട്ടിലും ഓരോ മഹല്ലത്തിലും അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ സജീവമാക്കണം. അതാരോടും ഉള്ള എതിർപ്പിന് വേണ്ടിയല്ല, വിദ്വേഷത്തിന് വേണ്ടിയല്ല, വൈരാഗ്യത്തിന് വേണ്ടിയല്ല, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാണ്. ഇഖ്ലാസോടുകൂടെയുള്ള അമല് നമ്മൾ ചെയ്യുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഭാഗത്ത് നിന്ന് വലിയ സഹായങ്ങൾ അല്ലാഹു തആല ചൊരിച്ചു തരും. ആ ഒരു ബറക്കത്തിനോളം വലിയ ബറക്കത്ത് വേറെ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുടുംബങ്ങളിലും വീടുകളിലും താമസിക്കുന്ന ആളുകൾക്ക് വലിയ ബറക്കത്തുണ്ടാകണമോ? അൽ ബറക്കത്തു മഅൽ അകാബിരി. പ്രായം ചെന്ന ആളുകൾ നമ്മളെ വീടുകളിൽ താമസിക്കണം. പ്രായമുള്ള ആളുകളെ കൊണ്ട് ഒരു പ്രത്യേക ബറക്കത്തുണ്ടോ? ഉണ്ട്. ഇപ്പത്തെ സിറ്റുവേഷനൊക്കെ വേറെയാണ്. അല്ലാ, ഇപ്പൊ അടുത്തൊരു ചിത്രം കണ്ടു. നാടൊന്നും ചോദിക്കരുതേ, പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എന്താ ചിത്രം എന്നറിയോ നിങ്ങൾ? 3 മക്കളുണ്ട് ഒരു ബാപ്പക്കും ഉമ്മക്കും. 3 മക്കളും വേറെ വീട് വെച്ച് താമസിച്ചു. ഈ ബാപ്പയും ഉമ്മയും അങ്ങേയറ്റത്ത് പ്രായം എത്തിയിട്ടുണ്ട്. അവര് സ്വന്തം തറവാട്ട് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാനും അലക്കാനും ഒന്നും കഴിയാതെ രോഗങ്ങളും മറ്റുമൊക്കെ പ്രായാധിക്യം കൊണ്ട് വിഷമിക്കുന്ന ബാപ്പക്കും ഉമ്മക്കും താങ്ങും തണലുമാകാൻ ഒരൊറ്റ മകനുമില്ല. ആ 3 ആൺമക്കളും ഒരു സാധാരണ ആൾക്കാരല്ല, ജീവിതത്തിന് നല്ല നിലവാരമുള്ള ആളുകളാണ്. അവരോട് ആ വിഷയം പറഞ്ഞപ്പോൾ അവരെന്താ പറയുന്നതെന്നറിയോ? ബാപ്പാനെയും ഉമ്മാനെയും ശുശ്രൂഷിക്കാൻ ഞങ്ങൾ അവിടെ ഒരു വേലക്കാരിയെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്ന്. നഊദു ബില്ലാഹി മിൻ ദാലിക്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. എന്നിട്ടുണ്ടോ പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും കഴിയുന്നത്? തീരുന്നത്? തീരൂല, തീരാനും പാടില്ല. അങ്ങനെ വേണ്ടേ അല്ലേ? ഇപ്പൊ നമ്മളെ വീടുകളിലൊക്കെ ബാപ്പ വന്നു ഉമ്മ വന്നു താമസമൊക്കെയാണ് കുറച്ചു നേരം. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചോദ്യം? ഉമ്മഞ്ഞ എന്നാ പോണെന്നാ, അല്ലെ ബാപ്പ എന്നാ പോണെന്നാ ചോദിക്കുന്നത്. 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്ക് നമുക്ക് മടുത്തോ? അല്ലെങ്കിൽ നമ്മളെ കൂടെ കിടക്കുന്ന നമ്മുടെ ഭാര്യയ്ക്ക് മടുത്തോ? പെണ്ണിന് മടുത്തോ? അവരൊക്കെ ശരിക്ക് പറഞ്ഞ് പഠിപ്പിക്കണം. ബറക്കത്തിന്റെ മധുരം. ബാപ്പയും ഉമ്മയും വല്ലിപ്പയും വല്യമ്മയൊക്കെ കൂടെ താമസിക്കുമ്പോൾ ഒരു ബറക്കത്ത് അത് വേറെയാണ്. അവരുടെ ഒരു പ്രാർത്ഥനയും നമ്മുടെ ഒരു 100 പ്രാർത്ഥനയും തമ്മിൽ വ്യത്യാസമുണ്ട്. അവരുടെ ദിക്റും അവരുടെ നിസ്കാരവും അവർ ചെയ്യുന്ന ഓരോ ഇബാദത്തുകളും ഓരോ സേവനങ്ങളും നമ്മൾ ചെയ്യുന്നതും തമ്മിൽ വലിയ മാറ്റമുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ഒരു കെൽപ്പ് വേണം നമുക്ക്. അൽ ബറക്കത്തു മഅൽ അകാബിരി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വെറുതെ പറഞ്ഞതല്ല, നമ്മളൊക്കെ നോക്കി പറഞ്ഞതാ. പവറും പത്രാസൊക്കെ ഉണ്ടാകും. അതിന് ബാപ്പയും ഉമ്മയൊക്കെ കൂടെയുള്ള ജീവിതത്തിന്റെ അത്ര ഒരു പവറും പത്രാസും ഒറ്റക്ക് നീ എത്ര അടിച്ച് പൊളിച്ച് ജീവിച്ചാലും കിട്ടൂല. നിങ്ങളൊക്കെ നിങ്ങളെ നാട്ടിലെ ചിത്രങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടുവന്ന് നോക്കി. ഞാൻ എണ്ണി പറയണ്ട. അങ്ങനെ ഒന്ന് തികഞ്ഞ ഒരാളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്ക്. എല്ലാം നേടിയെടുത്ത അവരൊക്കെ മാറ്റി നിർത്തിയിട്ടൊക്കെ മുറാദൊക്കെ ആസിലായ സന്തോഷത്തോടെ പോകുന്ന ഒരൊറ്റാളും ഉണ്ടാവില്ല. അവരെ കൂടെയാണ് ബറക്കത്ത്. അല്ലാഹു തആല പോലും പരിഗണിക്കുന്ന ഒരു പരിഗണനയല്ലേ അത്. ഈ ഭൂമിയിൽ വലിയ അദാബ് അല്ലാഹു തആല വർഷിപ്പിക്കാതിരിക്കാനുള്ള കാരണം പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എണ്ണി പറഞ്ഞതല്ലേ,
ശുയൂഖുൻ റുക്ക, വളയാൻ പോകുന്ന രീതിയിലുള്ള വൃദ്ധന്മാരുടെ ഇബാദത്തും ദിക്റും സ്വലാത്തും ദുആഉം നമുക്ക് അദാബ് അങ്ങോട്ട് പരത്തി തരാതിരിക്കാൻ അല്ലാഹു തആല വെച്ച ഒരു മറയാണത്. ആ പ്രായത്തിലുള്ള ആളുകളെ പരിഗണിച്ചുകൊണ്ടൊരു പരിഗണന അതുണ്ട്. അവിടെ ആ പ്രായമുള്ള ഒരാളില്ലേ, അത്രയും പ്രായമുള്ള അത്രയും ബഹുമാനമുള്ള പ്രായമുള്ള ഒരാളില്ലേ, അതുകൊണ്ടൊരു പരിഗണന, ആ പരിഗണന ഉണ്ട്. ആ പരിഗണനക്ക് വലിയ ലെവലുണ്ട്. അതെപ്പോഴും നമ്മൾ കാണേണ്ട ഒന്നാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും എത്രമാത്രം വലിയ ബഹുമാനമാണ് പ്രായമുള്ള ആളുകളോട് കാണിച്ചതെന്നറിയോ നിങ്ങൾ? മക്കാ വിജയത്തിന്റെ അന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് മക്കയിലേക്ക് എത്തിയതാണ്. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ മകളോട് പറഞ്ഞു, മകളെ എന്താ ഒരു ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ കഅബന്റെ ഭാഗത്തുനിന്ന്. ശരിക്കൊരു കാഴ്ചക്കൊരു ചെറിയ കുറവുണ്ട് ഉപ്പാക്ക്, പ്രായം അത്രയും കൂടുതലുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഉപ്പ സ്വന്തം മോളോട് പറയാണ്, ഒന്ന് ആ ഉയരത്തിലേക്ക് ഒരു ചെറിയ കുന്നുണ്ട് വീടിന്റെ അപ്പുറത്ത്, ഒന്ന് അങ്ങോട്ട് കൈപിടിച്ച് ഞാൻ നോക്കട്ടെ എന്താണ്. നോക്കിയാൽ കാണുന്നില്ല, പക്ഷെ ഈ മോൾക്ക് നോക്കിയാൽ കാണും. മോളോട് ചോദിച്ചു, എന്താ അവിടെ കാണുന്നുണ്ടോ? അവിടെ കുറേ ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നത് കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ മദീനത്ത് നിന്ന് മക്കയിലേക്ക് വന്നവരെന്നെ 10,000 ഉണ്ട്. പിന്നെ മക്കത്തുള്ള ആളുകളും മറ്റൊക്കെ വേറെയും കുറെ ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഉപ്പ പറഞ്ഞു, എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തൊക്കെ വന്നിട്ടുണ്ടാകും, അതാണ് ആ കാണുന്നത്. എനിക്ക് അവരടുത്തേക്കൊന്ന് പോകണം, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് കാണണം. ആ ആഗ്രഹം പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ച് കഴിഞ്ഞപ്പോ വീട്ടിൽ വന്നു. ഉപ്പാന്റെ കയ്യും പിടിച്ച് നേരെ കൊണ്ടുപോകാണ് കഅബയുടെ സമീപത്തേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന ഭാഗത്തേക്ക്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ പ്രായമുള്ള ഉപ്പാനെങ്ങനെ കൈപിടിച്ച് കൊണ്ടുവരുന്നത് കാണുമ്പോ കണ്ടപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റു, അടുത്തേക്ക് വന്നു പരിചയം പുതുക്കി. കൈ കൊടുത്തപ്പോഴേക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിപ്പോയി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിദ്ദീഖേ, ഇത്ര പ്രായമുള്ള ഉപ്പാനെ ഇങ്ങോട്ട് നടത്തിക്കൊണ്ടുവരേണ്ടതുണ്ടായിരുന്നോ? നമുക്ക് അങ്ങോട്ട് പോകാമായിരുന്നില്ലേ? എത്ര പ്രായമുണ്ട് ഉപ്പാക്ക്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല നബിയെ, ഉപ്പ ഇങ്ങോട്ടാണ് വരേണ്ടത്, അതാണല്ലോ അതിന്റെ ബഹുമാനത്തിന്റെ ശൈലി എന്ന് പറഞ്ഞു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം പറഞ്ഞത് നമുക്ക് അങ്ങോട്ട് പോയി കാണാമായിരുന്നില്ലേ എന്നല്ലേ. എന്തൊരു ബഹുമാനമാണത്! പ്രായമുള്ള ആളുകളെ എപ്പോഴും ബഹുമാനിക്കണം. അവരിൽ നിന്ന് ഒരു പക്ഷേ പ്രായത്തിന്റെ അങ്ങേ അറ്റം എന്ന നിലക്ക് ചില വാക്കുകൾ രസിക്കാതെ വരും, ചില പ്രവർത്തനങ്ങൾ സുഗമമല്ലാത്ത രീതിയിൽ വരും. ക്ഷമിക്കണം ഉമ്മമാരെ, ചെറുപ്പക്കാരികളെ, നല്ല ക്ഷമയോടുകൂടെ സഹനത്തോടുകൂടെ വർത്തിക്കണം. അവരെ കൊണ്ട് ഉണ്ടായിത്തീരുന്ന ബറക്കത്താണ് കാക്ഷിക്കേണ്ടത്. ആ ബറക്കത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം, അവിടുത്തേക്കാൾ എത്രയോ പ്രായമുള്ള ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ നിർദ്ദേശം കേട്ട് 10 വർഷക്കാലം മഹാനവറുകൾക്ക് ഖിദ്മത്ത് ചെയ്തില്ലയോ? അവിടുത്തെ തോട്ടത്തിലും അവിടുത്തെ പറമ്പിലുമായി നല്ല ജോലി പോലെ സേവനം ചെയ്തിട്ട് 10 വർഷക്കാലം ശുഐബ് നബി അലൈഹിസ്സലാമിനെ തൃപ്തിപ്പെടുത്തിയല്ലോ. ആ തൃപ്തിപ്പെടുത്തിയപ്പോൾ സന്തോഷത്തിന്റെ സമ്മാനമായിട്ടല്ലേ സഫൂറ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു കൊടുത്തത്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അന്ന് വളരെ ചെറുപ്പമാണ്. 30 വയസ്സും 31 വയസ്സും ചില്ലറയുമേ ആയിട്ടുള്ളൂ. ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് വരുമ്പോ തിരിച്ചു പോകുമ്പോ 40 വയസ്സും ചില്ലറ മാസവും കഴിഞ്ഞിട്ടുണ്ട്. ആ ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. രണ്ടാളും കൂടി വീണ്ടും മിസ്റിലേക്ക് പോവുകയാണ്. സന്തോഷത്തോടെയുള്ള യാത്ര.
ഇത്രയും കാലം ഖിദ്മത്തെടുത്തത് ആ ഉപ്പയോടുള്ള ബഹുമാനം കൊണ്ടാണ്. ആ രണ്ട് മക്കൾക്കും വെള്ളം കോരി കൊടുക്കാനുള്ള കാരണം തന്നെ വഅബൂനാ ശൈഖുൻ കബീർ, വെള്ളം കോരിയെടുക്കാൻ വേണ്ടി ഈ കിണറിന്റെ അടുത്തേക്ക് വരാൻ ഞങ്ങളെ ഉപ്പാക്ക് കഴിയില്ല. ഉപ്പാക്ക് അങ്ങേയറ്റം പ്രായമായിട്ടുണ്ട്. ഞങ്ങൾ രണ്ട് പെൺമക്കൾ മാത്രമേ വീട്ടിലുള്ളൂ. ഈ ആണുങ്ങളൊക്കെ വെള്ളം കോരി എടുത്ത് പോയിട്ട് വേണം ഞങ്ങൾക്ക് വെള്ളം എടുക്കാൻ. പ്രായമുള്ള ഉപ്പാക്ക് വെള്ളം കിട്ടാൻ ഇനിയും നേരം വൈകുമെന്ന് കണ്ടപ്പോ അവരിൽ നിന്ന് പാത്രങ്ങൾ മേടിച്ച് മൂസാ നബി അലൈഹിസ്സലാം വെള്ളം കോരിക്കൊടുത്ത് നേരത്തെ അവരെ വീട്ടിലേക്ക് അയച്ചപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ ഉപ്പ വലിയ സന്തോഷം നൽകിയിട്ട് പറഞ്ഞില്ലേ, ലാ തഖഫ്, നിങ്ങൾ ഒന്നും പേടിക്കരുത്. മിസ്റിൽ നിന്ന് ഒരാളും തെരഞ്ഞ് ഇങ്ങോട്ട് വരില്ല, നിങ്ങളെ ഒരാളും കൊണ്ടുപോകില്ല. നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ, ആ അക്രമികളായ സമൂഹത്തിൽ നിന്ന് അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഒട്ടും പേടിക്കേണ്ടതില്ല. സഹോദരങ്ങളെ, സഹോദരിമാരെ, നല്ല ബഹുമാനത്തോടെ വർത്തിക്കേണ്ട സമയവും അതാണ്. ഏറ്റവും വലിയ ബഹുമാനം അവരോട് നൽകേണ്ടത് വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞില്ലേ, സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല ബഹുമാനം കൊടുക്കണേ. ഏറ്റവും കൂടുതൽ പ്രായാധിക്യത്തിൽ സംസാരത്തിലാണ് വെറുപ്പുണ്ടാക്കരുത്. പ്രായാധിക്യത്തിൽ സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല ശ്രദ്ധ വേണം. ചിലപ്പോഴൊക്കെ അവർ കാണുമ്പോൾ അവർക്ക് ദഹിക്കാത്ത വിഷയങ്ങളാണെന്ന് കരുതിയിട്ട് പലതും എണ്ണി എണ്ണി പറഞ്ഞേക്കും. നമ്മളെ പ്രായത്തിന്റെ കുറവ് കൊണ്ട് നമ്മൾ സ്വീകരിക്കേണ്ടത് വഖുല്ലഹുമാ ഖൗലൻ കരീമാ, അവരെ വിരട്ടി ഓടിക്കരുത്, വിഷമിപ്പിക്കരുത്, മറ്റൊരു സ്ഥലത്തേക്ക് പോയി താമസിക്കാൻ പറയരുത്. ഞാൻ നിർദ്ദേശിക്കും പോലെ ഇവിടെ താമസിക്കണമെന്ന നിർദ്ദേശം പറയരുത്. വഖുല്ലഹുമാ ഖൗലൻ കരീമാ, ബഹുമാനത്തോടെയുള്ള മാന്യതയോടുള്ള വർത്തമാനം പറയണം. എത്ര സങ്കടപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞാലും പ്രായം കൂടിയവരല്ലേ എന്ന നിലക്കൊരു വലിയ പരിഗണനയും ക്ഷമയും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അപ്പോഴാണ് ആ വലിയ ബറക്കത്ത് ലഭിക്കുക. ചെറിയൊരു വിഷയം ഉണ്ടാകുമ്പോഴേക്ക് സഹോദരിമാരോട് ഞാൻ പറയട്ടെ, കംപ്ലൈന്റ് പറഞ്ഞിട്ട് ഭർത്താവിനോട്, പിന്നെ ഇങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ താമസിക്കാം. എന്താ പ്രശ്നം? ഒന്നുമല്ല, എൻ്റെ കുട്ടി ഒന്ന് അങ്ങോട്ട്, എൻ്റെ കുട്ടി എന്ന് പറഞ്ഞത് ഈ ഉമ്മാന്റെ പേരെ കുട്ടി തന്നെയല്ലേ, ഒന്ന് അങ്ങോട്ട് പോയപ്പോഴേക്ക് അവിടെ ഒരു ചെറിയ ക്ലാസ് എടുത്ത് പൊട്ടിച്ചപ്പോഴേക്ക് ഉമ്മ വാക്ക് പറയാൻ തുടങ്ങി. ആ കുട്ടി ഇപ്പുറത്തേക്കൊന്ന് പിന്നെയും വാക്ക് പറയാൻ തുടങ്ങി. അപ്പൊ ഈ ഭർത്താവ്, കേൾക്കുന്ന ഭർത്താവ് ആ പെണ്ണിനെ നല്ലോണം ഉപദേശിക്കണം. അങ്ങനെ ഉമ്മ പറഞ്ഞോ, എന്നാ ഉമ്മ അവിടെ വന്നോട്ടൊരു കാര്യം ചെയ്യ്, നീ ഒരു വാഹനം വിളിച്ച് പതുക്കെ നിന്റെ വീട്ടിലേക്ക് വെക്കോ. അങ്ങനല്ല പറയേണ്ടത്. ക്ഷമിക്കാനും പൊറുക്കാനും സഹകരിക്കാനുള്ള നല്ല ഉപദേശങ്ങൾ കൊടുക്കണം. ഇതുപോലെ ഒരു ഉമ്മ അപ്പുറത്ത് നിങ്ങളെ വീട്ടിലുണ്ടായിരുന്നു. ആ ഉമ്മാക്കും സ്വസ്ഥത വേണ്ടേ? കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ ഈ ഉമ്മയെപ്പോലെ പ്രായമുള്ളൊരു ഉമ്മയായിട്ട്, ഉമ്മാമയായിട്ട് നീയും വരും. ഈ ഉമ്മയോട് നീ എങ്ങനെയാണോ സ്നേഹത്തോടെ വർത്തിക്കുന്നത്, പെരുമാറുന്നത്, അതിനേക്കാളും നല്ല സ്നേഹം നിനക്ക് കിട്ടണമെന്ന് ഇപ്പോൾ തന്നെ ആഗ്രഹം ഉണ്ടാകും പ്രായം കൂടുതലാകുമ്പോൾ. പക്ഷെ അന്ന് ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ കിട്ടണമെങ്കിൽ ഈ മാതാപിതാക്കൾക്ക് ഇപ്പോൾ ഗുണം ചെയ്യണം. അതാണല്ലോ അതിൻ്റെ മാർഗം. നമ്മളെ മക്കൾ നമ്മളെ ബഹുമാനിക്കാനും ഗുണം ചെയ്യാനുള്ള മാർഗം എന്താ? ബിർറു ആബാഅക്കും തബിർറുക്കും അബ്നാഉക്കും സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നിങ്ങളെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം, എന്നാ നിങ്ങളെ മക്കൾ നിങ്ങൾക്കും ഗുണം ചെയ്യും. അതാണ് അതിൻ്റെ മാർഗം. അപ്പൊ എങ്ങനെയാണോ അവരെ പോറ്റുന്നത്, അവരോട് സമീപിക്കുന്നത്, പെരുമാറുന്നത്, കഷ്ടപ്പെടുത്തിയിട്ട ആ ഒരു കഷ്ടപ്പാട് അതിനേക്കാളും മൂർച്ചയിൽ അനുഭവിക്കേണ്ടി വരും. ഒരു പക്ഷേ ഡിഗ്രി കൂടുതലായിരിക്കും, കുറച്ചുകൂടി കനത്തിലായിരിക്കും അല്ലാഹു തആല തരുന്നത്, വിഷമം കൂടുതലായിട്ട്. അല്ല, സ്നേഹത്തോടെ വാത്സല്യത്തോടെ പെരുമാറി
നല്ല സന്തോഷത്തോടെ ഇടപഴകി സേവനങ്ങളൊക്കെ ചെയ്ത് അവരെ ബുദ്ധിമോശം കൊണ്ടോ പ്രായാധിക്യം കൊണ്ടോ ഉണ്ടായിത്തീരുന്ന വൈകല്യങ്ങളും അതുപോലെ തന്നെ അവരിൽ നിന്ന് രോഗമോ മറ്റോ കാരണമായിട്ട് ഉണ്ടായിത്തീരുന്ന ചില വിഷമങ്ങളും വൃത്തികേടുകളൊക്കെ സഹിച്ച് തരണം ചെയ്തുള്ള ഖിദ്മത്ത്, ആ ഖിദ്മത്തിനേക്കാളും സന്തോഷിപ്പിക്കുന്ന ഖിദ്മത്തായിരിക്കും നമ്മളെ മക്കളെ കൊണ്ട് അല്ലാഹു നമുക്ക് തരാം. അപ്പൊ നമ്മളെ മക്കൾ നന്നാകാനുള്ള ഒരു കാരണവും ഈ ബാപ്പാർക്കും ഉമ്മാർക്കും നമ്മൾ ചെയ്യുന്ന ഖിദ്മത്താണ്. അതാണ് അതെപ്പോഴും മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. സ്വന്തം വീട്ടിലാകെ നമ്മൾ വേറെ വീടൊക്കെ വെച്ച് മാറുമ്പോൾ തൽക്കാലം സമാധാനം ഉണ്ടാകും. ഇപ്പൊ നീ ക്ഷമിച്ചോ, ഇപ്പൊ നീ സഹിച്ചു എന്നൊരു വാക്കാണ് ആദ്യം തന്നെ പറയുന്നെങ്കിൽ പിന്നെ ആ വീട് ഉണ്ടാക്കുന്നത് വരെ അതിൻ്റെ വാളായിരിക്കും. വീടുണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ബാപ്പയും ഉമ്മയോടെ താമസിക്കുമ്പോൾ നിങ്ങളല്ലേ പറഞ്ഞു നമ്മളെ വീടുണ്ടാക്കി കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാകുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ എന്നായിരിക്കും പിന്നെ. അതുകൊണ്ട് ആദ്യം കൊടുക്കേണ്ട ബാലപാഠം നിർദ്ദേശങ്ങൾ നമുക്ക് കുറച്ചു കാലം കൂടി സഹിച്ചാൽ മതി എന്നതല്ല. പ്രായാധിക്യത്തിലുള്ള ഉമ്മയല്ലേ ബാപ്പയല്ലേ, അവരോട് പൊരുത്തക്കേടരുത്. പൊരുത്തക്കേടിന് എന്തെങ്കിലും വാക്കോ മറ്റോ പ്രായാധിക്യം കൊണ്ട്, പ്രായം കൂടുമ്പോൾ ചിലപ്പം ബുദ്ധിക്ക് അല്പം കുറവ് വരും, ഓർമ്മശക്തി കുറയും, അതുപോലെ തന്നെ കേൾവിക്ക് കുറവ് വരും, കാഴ്ചക്ക് കുറവ് വരും, ചിലതൊന്നും പറഞ്ഞത് ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ട് 2, 3, 4 വട്ടമൊക്കെ പറയും. അങ്ങനെയൊക്കെ ഉണ്ടാവും. ചിലപ്പം 10 വട്ടം പറഞ്ഞു ഒരു ദിവസം. അത് ചെറുപ്പത്തിൽ നമ്മൾ 10 അല്ല 20 അല്ല 25 വട്ടം പറഞ്ഞിട്ടും നമ്മളോ നോവിച്ചിട്ടില്ലായിരുന്നു, നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ അത് മറന്നു, പലതും മറന്നു. ചോദിച്ചതിന് എത്ര വട്ടം ചോദിച്ചിട്ടുണ്ട്. മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയൊരു വാഹനത്തെ കണ്ടപ്പോൾ, ആ വാഹനത്തിൻ്റെ ഒരു മോഡലൊക്കെ കണ്ടപ്പോൾ മകൻ ചോദിച്ചു ഉമ്മാനോട്, ഉമ്മ എന്താണത്? മോനെ അതിന് പിന്നെ ടിപ്പർ എന്നാ പറയാ. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ പിന്നെയും ചോദിക്കണം, എന്താ അത്? ടിപ്പർ എന്നാണ്. 10 വട്ടം ചോദിച്ചപ്പോഴും യാതൊരു വിഷമത്തിന്റെ ഒരു വാക്കും പറയാതെ 10 വട്ടവും ഒരേ മറുപടി. എന്ത് രസമായിട്ടാ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ പ്രായാധിക്യം കൂടിയിട്ട് ഒരു കാര്യം തന്നെ 4, 5 വട്ടം പറയുമ്പോഴേക്ക് ഇതന്നെയല്ലേ നേരത്തെയും പറഞ്ഞേ, പിന്നെയും പറയാ തുടങ്ങി. നമ്മൾ അരച്ചി ആടാൻ തുടങ്ങി. അങ്ങനെ ആയാലെങ്ങനെ? നമ്മൾ നമ്മളെ കാര്യമൊക്കെ മറന്നിട്ടല്ലേ ഈ ചോദിക്കുന്നത്, ഈ സംസാരിക്കുന്നത്. അങ്ങനെ ആയാൽ ബർക്കത്തുണ്ടാകൂല. അയ്യാ നിങ്ങൾ വിചാരിച്ച് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ബാരിക്കലനാഫി ഷാബാന എന്ന് പറയുമ്പോഴേക്ക് അള്ളാഹുത്തല തരുന്ന ആ കാത്തിരുന്നോളൂ. ഇപ്പൊ തരും, കൊട്ടക്കണക്കിന് ഇപ്പൊ തരും. ഇപ്പോളേ കീശയൊക്കെ നിറച്ചാൽ കൊടുത്തരും. ഒരു ദ്വാ നടത്തുമ്പോഴേക്ക് അതിന് നല്ലോണം അധ്വാനിക്കണം, യത്നിക്കണം എന്ന അള്ളാഹുത്തല തരുന്നൊരു കയ്യും കണക്കും ഉണ്ടാകൂല. ഇഷ്ടം പോലെ തരും. ഒരു ബാപ്പയെ പഴയ കാലത്ത് ഒരു ബാപ്പയെ നോക്കി ഒരു മകൻ, 4 മക്കളുണ്ട് ചരിത്രത്തിൽ കാണാം. 4 മക്കളിൽ ഒരു മകൻ ബാപ്പയെ നല്ലോണം നോക്കി. കഴിവ് കുറഞ്ഞ മോനാ. പക്ഷെ നോക്കുമ്പോഴൊക്കെ, ചെലവ് ചെയ്യുമ്പോഴൊക്കെ മറ്റു മക്കൾ പറയും, നോക്കാനൊക്കെ നോക്കിയൊക്കെ, പക്ഷേ ഇതിന്റെ പേരിൽ അനന്തര സ്വത്തിൽ നിന്ന് വേറെ ഒന്ന് ഏറെ വാങ്ങരുത്. ഓ ഓ പാപ്പാന്റെ മുമ്പ് ബലി മരിച്ചാലോ? അല്ല അങ്ങനെ ചിന്തിച്ചൂടെ? ഇപ്പറഞ്ഞ ആൾക്കാർ വാപ്പാനെ മുമ്പ് മരിച്ചാലോ വരാൻ അനന്തരം അങ്ങോട്ടല്ലേ കിട്ടുക? ഇങ്ങോട്ട് കിട്ടുമോ? ഈ മരിച്ചു എന്നുള്ളതിന്റെ പേരിൽ ആ ബാപ്പാനെ അനന്തര സ്വത്ത് മക്കൾ കിട്ടുമോ? മക്കളോട് ഉണ്ടാവുമ്പോ പേരക്കുട്ടിയെ കിട്ടുമോ? ബാപ്പാനെ നോക്കിക്കോളൂ. ബാപ്പാനെ ചികിത്സിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ലൈസലക്കും മിൻ മീറാസിഹി ഷൈ. അനന്തര സ്വത്ത് വല്ലതും മോഹിച്ചുകൊണ്ട് നോക്കണ്ട കേട്ടോ. മറ്റാ സഹോദരന് ബാപ്പാനെ അനന്തര സ്വത്ത് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, എൻ്റെ ബാപ്പ എന്നുള്ള അർത്ഥത്തിൽ നല്ലോണം പോറ്റി വളർത്തി ബാപ്പാക്ക് വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്തു. ബാക്കിയുള്ളവരൊക്കെ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ പറയും, നോക്കിക്കോളൂ, ഒന്നും ആ പ്രതീക്ഷിച്ചൊന്നും വേണ്ട. സുബ്ഹാനല്ലാഹ്, മരിക്കുന്നത് വരെ ബാപ്പാനെ നോക്കി, പൊന്നുപോലെ നോക്കി. അത്ര കഴിവൊന്നുമില്ല, വളരെ സാഹസികമായിട്ടാണ് നോക്കിയത്. ദിനേന അധ്വാനിച്ച് കിട്ടുന്ന ചെറിയ കൂലി കൊണ്ട് കുടുംബം പോറ്റുന്ന കൂട്ടത്തിൽ സൂക്കേടിലായി കിടക്കുന്ന ബാപ്പാനെയും നോക്കി. മരിക്കുന്നത് വരെ ബാപ്പാക്കുള്ള റാഹത്തായ അവസ്ഥകളൊക്കെ ചെയ്തു കൊടുത്തു. മരിച്ചു കഴിഞ്ഞപ്പോഴും ബാക്കിയുള്ള സഹോദരങ്ങൾ പറഞ്ഞു, ബാപ്പാന്റെ അനന്തര സ്വത്തിൽ നിന്ന് നോക്കി എന്നതിന്റെ പേരിൽ നിനക്കൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പ്രത്യേകം ഒന്നും വേണ്ട.
അനന്തര സ്വത്തിന്റെ വിഹിതമായിട്ട് വല്ലതും അർഹതപ്പെട്ടതുണ്ടെങ്കിൽ എനിക്ക് മതി, ഇല്ലെങ്കിൽ അതും വേണ്ട. സുബ്ഹാനല്ലാഹ്. ബാപ്പ അദ്ദേഹത്തിന്, മരിച്ചുപോയ ബാപ്പ അദ്ദേഹത്തിന് സ്വപ്നത്തിൽ ദർശനം കൊടുക്കുന്നു. ബാപ്പയുടേതായി അവർക്കൊന്നും അറിയാത്ത സ്വത്തൊരു സ്ഥലത്തുണ്ട്, അത് വേണമെങ്കിൽ നീ എടുത്തോളൂ. അതൊരു 500 ദിർഹമുണ്ട്. പക്ഷേ ആ ചെറുപ്പക്കാരൻ ചിന്തിക്കുന്നു, എനിക്കത് വേണ്ട. കാരണം സ്വന്തം സഹോദരന്മാര് അവര് സ്വത്തിന്റെ പീറകളാണ്. അവരിതറിഞ്ഞിട്ട് ഇനി വേറൊരു യുദ്ധത്തിന് നിൽക്കണ്ടല്ലോ. അവരോട് പറഞ്ഞു, ബാപ്പാന്റെ ഒരു സ്വത്ത് അവിടെയുണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോളൂ. കേൾക്കേണ്ട താമസമേ ഉള്ളൂ. എത്ര പെട്ടെന്നാ ഓടിപ്പോയതെന്ന് പിന്നെ ചോദിക്കേണ്ടിയില്ല. രണ്ടാമത് ആ ബാപ്പ ദർശനം കൊടുത്തു. ഒരു 100 ദിർഹമുണ്ട് വേറൊരു സ്ഥലത്ത്, ഇവർക്കൊന്നും അറിയില്ല, അത് അയാൾ തരും, പോയി ചോദിച്ചാൽ മതി. കാരണം കിട്ടാനുള്ള കണക്ക് ഓർമ്മ ഉണ്ടാവില്ലല്ലോ, കൊടുക്കാനുള്ളതല്ലേ ഓർമ്മ ഉണ്ടാവുള്ളൂ, അല്ലേ? അതല്ലേ എങ്ങനെ ഉണ്ടാവുള്ളൂ? അങ്ങനെ ഉണ്ടാവുള്ളൂ. ആ കണക്കാ ബാപ്പ പറയുന്നത്. അപ്പൊ ആ 100 ദിർഹമിന്റെ കണക്ക് പറഞ്ഞപ്പോഴും ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, വേണ്ട. കാരണം ആ 100 ദിർഹം എങ്ങാനും ഞാൻ വാങ്ങിയാൽ ഇവര് വെറുതെ വിടുമോ? ഒരു 100 ദിർഹമുണ്ട് ബാപ്പാൻ്റെത് അവിടെ. 100 ദിർഹമോ? എവിടെ? അഡ്രസ് വെച്ച് ഇവര് പോയി ഇത് വാങ്ങി. മൂന്നാമതായിട്ട് ബാപ്പ പറഞ്ഞു, 1 ദിർഹമുണ്ട് ഒരാളെ കയ്യിൽ, ഒറ്റ ദിർഹം. അപ്പൊ ഇവര് പറഞ്ഞു, ഒന്നല്ലേ, അങ്ങനെ എടുത്തോളി പറഞ്ഞു. ബാക്കിയുള്ള സഹോദരങ്ങൾ പറഞ്ഞു, 1 ദിർഹമല്ലേ? ഔ, എന്തോ ഒന്നിനോട് ഒന്ന് വിട്ടെടുത്തതേ. തീറ മാറിയിട്ടല്ല, ഒന്നെങ്കിലും കൊടുക്കണ്ടേന്ന് കരുതിയിട്ട്, നാട്ടുകാരെന്തെങ്കിലും പറയാൻ കരുതിയിട്ട്, ഒന്നല്ലേ എടുത്തോളിന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല ബറക്കത്ത് കൊടുക്കാൻ വിചാരിച്ച ഒന്ന് പോരെ? ആ മതി. ഈ മകൻ ആ ഒരൊറ്റ ദിർഹവുമായിട്ട് അങ്ങാടിയിലേക്ക് പോകാണ്, എന്തെങ്കിലുമൊക്കെ സാധനം വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു മത്സ്യം വിൽക്കുന്ന ആളെ കണ്ടപ്പോ, ഒരു വലിയ മത്സ്യം ഇങ്ങനെ ഉണ്ട്, കണ്ണൊക്കെ തുറച്ചിങ്ങനെ നിൽക്കുന്നു. ഇത് തരുമോന്ന് ചോദിച്ചു. ഇതിന് ചെറിയൊരു പഴക്കമുണ്ട്. ആ പഴക്കം പ്രശ്നമല്ല, ഇത് തരുമോ? 1 ദിർഹമേ എന്റെ കയ്യിലുള്ളൂ. ആ 1 ദിർഹം മതി, അതിനെ ധാരാളമാണ്, കൊണ്ടുപോയിക്കൊടുത്തു. അങ്ങനെ ആ അവിടെ ഇവിടെയൊക്കെ പൊട്ടിയൊരു മത്സ്യമല്ല, അത് വീട്ടിൽ കൊടുത്ത് ഭാര്യനെ ഏൽപ്പിച്ചു. ഭാര്യ അതിങ്ങനെ തുറന്നു നോക്കുമ്പോ അതിന്റെ ഉള്ളിൽ ഒരു മുത്ത് ലഭിച്ചു. ഒരു മുത്ത്. മുത്ത് എവിടെയുള്ളത്? കടലിലല്ലേ വലിയ മുത്ത്. യഖ്റുജു മിൻഹുൽ ലുഅ്ലുഉ വൽ മർജാൻ. മുത്തൊക്കെ അല്ലാഹു തആല കേന്ദ്രീകരിച്ച് വെച്ച ഒരു സ്ഥലല്ലേ കടല്, ബഹറ്. ഒരു മുത്ത് കിട്ടി. ആ മുത്ത് കിട്ടിയപ്പോ ഭർത്താവിനോട് പറഞ്ഞു, ഭർത്താവേ, ഈ മത്സ്യത്തിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ്. അപ്പൊ അദ്ദേഹം ഒരു ചെറിയ മുത്തായിരിക്കും എന്ന് കരുതി അത് പുറത്ത് കൊണ്ടുപോയപ്പോ ആളുകളോട് പറഞ്ഞു, ഇതെന്താ ഇത് എവിടുന്ന് വാങ്ങിയതാ? ഇത് ഇന്നലെ ഞാനൊരു മത്സ്യം വാങ്ങിക്കൊണ്ടുപോയി, അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു, കീറി നോക്കുമ്പോ ഒരു മുത്താണ്. ഇതിന് വലിയ വില ഉണ്ട് കേട്ടോ, ചെറിയ വില ഒന്നും ആകൂല. ഇതിന്റെ ആൾക്കാരെ കാണിച്ചു നോക്കി. ആൾക്കാരെ കാണിച്ചപ്പോ അവര് പറഞ്ഞു, ഒരു 30,000 ദിർഹം കിട്ടും. അയ്യോ, നേരത്തുള്ള 500 പോയി, 100 പോയി. സങ്കടല്ല, ഒരൊറ്റ ദിർഹമിൽ അല്ലാഹു തആല കൊടുക്കുന്ന ബറക്കത്താ. ഒരു 30,000 ദിർഹം എങ്ങാനും കിട്ടും ഇതിന്. 30,000 ദിർഹമോ? ഇയാൾ ചോദിച്ച അത്ഭുതത്തോടെ. ഈ ഒരു മുത്തിന് 30,000? ഇതിനെന്താ വില? ഇങ്ങനൊരു മുത്ത് ഇയാളെ കയ്യിലുണ്ട് എന്ന് നാട്ടിലെ രാജാവിന് വിവരം കിട്ടി. രാജാവ് ആ മുത്തിന് കൊട്ടാരത്തിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ആ മുത്ത് ഇങ്ങനെ നോക്കിയിട്ട്, കൊട്ടാരത്തിലുള്ള മുത്തും പിന്നെ രത്നങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാർ നോക്കിയിട്ട്, അതിന് ചില സ്പെഷ്യൽ ആൾക്കാരുണ്ടല്ലോ, അവർ നോക്കിയിട്ട് പറഞ്ഞു, രാജാവേ, ഇതിന് ഒരു ഇണ കൂടി അല്ലെങ്കിൽ ഒരു തുണ കൂടി ഇതിന് വേറൊന്നുകൂടി ഉണ്ടാകും. അതുകൂടി കിട്ടിയാൽ, ഇദ്ദേഹത്തിന് 2ഉം കൂടി കിട്ടിയാൽ 1,00,000 ദിർഹം കൊടുക്കാന്നാണ്. അല്ലാ, ബാക്കിയുള്ള സഹോദരന്മാർ ഇത് അറിയണ്ടല്ലേ? ഇനി അറിഞ്ഞിട്ടെന്താ കാര്യം? ബാപ്പ മരിച്ച മണ്ണിലെത്തിയില്ലേ?